എക്സ്ക്യൂസ് മീ, ആറ്റുവ കൊലക്കേസിൽ രക്ഷപ്പെട്ടൊരു കുട്ടിയില്ലേ, അത് ഏത് വാർഡിലാണ് കിടക്കുന്നത്? E6. ഓ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം എവിടെ? ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ. വരട്ടെ. എന്ത് പറ്റി മാഡം ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ? വെറുതെ ഒന്ന് കാണാന്ന് കരുതി. സന്തോഷം, ഇരിക്കെ. എന്താ പരുക്കനും രാക്ഷസനുമായ പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള ആവേശമൊക്കെ കെട്ടടങ്ങിയോ? അതോ കൊലപാതക കേസിൽ പ്രതിയായി സംശയിക്കുന്ന ഒരാളോട് അത്രയ്ക്ക് അടുപ്പം വേണ്ട എന്ന് വിചാരിച്ചോ? അടുപ്പം കൂടുതൽ വേണ്ടെന്ന് വെച്ചാൽ സത്യമാ. പക്ഷെ അത് സ്നേഹം കൊണ്ട് തന്നെയാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടരുത്. മനസ്സിലായില്ല. അത് വഴിയേ മനസ്സിലാവും. താനൊന്ന് തെളിച്ചു പറ. ഒന്നാമതിവിടെ മനുഷ്യൻ തീ നിൽക്കാണ്. തൽക്കാലം അതിനൊരു ആശ്വാസമായിട്ടാ ഞാൻ വന്നത്. എന്റെ കൂടെ അപ്പു ഉണ്ട്. എവിടെ നിന്ന് കിട്ടിയവനെ? അതൊക്കെ പറയാം. ആൾ എന്റെ കാറിലുണ്ട്. പത്രോസേ, ആ ഡ്യൂട്ടി നിൽക്കുന്ന കോൺസ്റ്റബിൾ കാണാതെ അപ്പുവിനെ കാറിൽ നിന്ന് ഇറക്കണം. അവൻ കണ്ടാലും കുഴപ്പമില്ല, നീ പോയി വിളിച്ചോണ്ടോ. അപ്പുവിനെ വഴക്കൊന്നും പറയരുത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പേടിയുണ്ട് അവൻ ഒളിവിൽ പോയത്. ഭാഗ്യത്തിന് പോലീസിന്റെ പിടിപ്പെടാതെ എന്റെ കൈ കിട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര ധൃതി? ധൃതിയുണ്ട്. 1-2 സ്ഥലത്ത് പോണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മാലതിയോട് പറഞ്ഞോളാം. മാലതിയോടോ? അതെ, ഞാൻ പോട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരട്ടെ. സത്യമായിട്ട് എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കാരണം സാർ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഡെയ്സി സ്നേഹിച്ചു എന്നല്ലാതെ. എന്റെ ദൈവത്തെ പോലെ ഞാൻ കരുതിയ സാറിനോട് പോലും ഞാനൊന്നും അങ്ങനെ കയർത്ത് പറഞ്ഞത് ഡെയ്സിയെ കിട്ടില്ലെന്ന് പറഞ്ഞ വിഷമം കൊണ്ടാ. എന്നോട് പൊറുക്കണം. കരയണ്ട. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്നെ അറിഞ്ഞില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ശരി, ന്യായം നിന്റെ ഭാഗത്താണെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ ഞാൻ രക്ഷിച്ചേനെ. പക്ഷേ എന്നോട് പോലും പറയാൻ നീ മുങ്ങില്ലേ? അതെന്തിനാ? കൊച്ചൂട്ടൻ കുറ്റം സമ്മതിച്ചു എന്നും എനിക്കെതിരെ മൊഴി കൊടുത്തു എന്നും കേട്ടപ്പോ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് എഴുതി പോയതാ, എവിടെയെങ്കിലും പോയി ചാവാൻ. പക്ഷെ എന്റെ ഡെയ്സി ജീവിച്ചിരിപ്പണമെന്ന് പത്രത്തിൽ വാർത്ത കണ്ടപ്പോ അവളെന്ന് കാണണമെന്ന് തോന്നി. ദൈവത്തോർത്ത് അവളെന്ന് കാണാൻ സാറിന് അനുവദിക്കണം. ഡെയ്സിയെ കാണാൻ ചെന്ന സാറിനെ ആശുപത്രിയിൽ നിന്ന് പോലും അവർ ഇറക്കി വിട്ടു. കൊലപാതകത്തിൽ സാറിനും പങ്കെടുന്ന അവർ പറയുന്നത്. നിന്നെ കണ്ടാൽ ഒരു പക്ഷേ ഡെയ്സിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബോധാവസ്ഥയിൽ നിന്റെ പേര് വിളിച്ചു പറയുന്നതാണ് ഡോക്ടർ പറയുന്നത്. ഡെയ്സിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ സത്യം മുഴുവൻ പുറത്തു വന്നേനെ. അപ്പുവിന്റെ മോഹം കണ്ട ഡെയ്സി തിരിച്ചറിയുന്ന എനിക്ക് തോന്നണത്. അതിന് ഞാൻ നോക്കിയിട്ടൊരു വഴിയും കാണുന്നില്ല. സാറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഡോക്ടർ ഐസക്? അതുകൊണ്ടെന്താ അവള് കിടക്കുന്നത് ഗോമസിന്റെയും കൂട്ടരുടെയും പോലീസ് പ്രൊട്ടക്ഷനിലല്ലേ? സാർ ഐസക് ഡോക്ടർ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. ആരും അറിയാതെ അവിടെ കയറുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ മാലതിയെ കണ്ട് യാത്ര പറയാൻ വന്നതാ. തിങ്കളാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കയ്ക്ക് തിരിച്ചു പോവാ. ഇത്ര പെട്ടെന്നോ? ഇനി തിരിച്ചു പോകുന്നില്ലെന്നാണല്ലോ അന്ന് പറഞ്ഞത്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചു. രാമേട്ടനോട് പറഞ്ഞോ? ഇല്ല, ഇപ്പൊ കണ്ടിരുന്നു. പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം പറഞ്ഞാ മീര കേക്കുവോ? എന്താ? അപ്പു എന്നോട് ചിലത് പറഞ്ഞിരുന്നു. രാമേട്ടനും മീരയും നല്ല ഫ്രണ്ട്സ് ആണെന്നും രാമേട്ടന്റെ മനസ്സിൽ അതിൽ കവിഞ്ഞ എന്തോ ഒരടുപ്പം മീരയോടുണ്ടെന്നും ഒക്കെ. ഏയ്,
അങ്ങനെയൊന്നുമില്ല. അതോർത്ത് മാലതി വിഷമിക്കണ്ട. ഞാൻ ഇനി കമ്മീഷണറെ കാണുക പോലുമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പുറമെ അട്ടഹസിക്കുമെങ്കിലും ചേച്ചിയുടെ മരണശേഷം രാമേട്ടന്റെ ഉള്ളിൽ തീയായിരുന്നു എന്ന് എനിക്കറിയാം. സ്വല്പമെങ്കിലും അതിന് ആശ്വാസം നൽകിയത് മീരയുടെ സാമീപ്യമാണ്. കഴിയുമെങ്കിൽ എന്റെ രാമേട്ടനെ രക്ഷിക്കണം. മീര ഉടനെ തിരിച്ചു പോകുമെന്നറിഞ്ഞാൽ രാമേട്ടന് വിഷമം തോന്നും. അപ്പൊ മാലതിയുടെ മനസ്സിൽ രാംനാഥ് സാർ ഇല്ലേ? ഇല്ലെന്നോ? എന്റെ ദൈവ രാമേട്ടൻ. എന്റെ അച്ഛനും ചേട്ടനും എല്ലാം രാമേട്ടനാ. രാമേട്ടനും മീരയും ഒന്നിച്ച അതിൽ കൂടുതൽ എനിക്കൊരു സന്തോഷവുമില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. ചെയ്യോ? ഇതിനകത്ത് എവിടെ ചെന്ന് അന്വേഷിക്കുന്നത്? ഐസക്കിനെയോ മായയോ കണ്ടാൽ മതിയെന്നല്ലേ സാറ് പറഞ്ഞത്? സാർ, പേഷ്യന്റിനെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം. എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കൂ ഡോക്ടറെ. എല്ലാം ശരിയാവും, വിഷമിക്കണ്ട. പേഷ്യന്റിനെ എവിടെ കൊണ്ടുപോയാലും തന്റെ ശ്രദ്ധ ഉണ്ടാവണം സർ. ഡേസി, നോക്കി, നിന്റെ അപ്പു വന്നിരിക്കുന്നു. ഡെയ്സി, 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 ഏയ് മോളെ. ഡെയ്സി, ഞാൻ അപ്പുവാ. എന്തൊന്നും മിണ്ടാത്തേ? ഡെയ്സി, 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 കണ്ണോർക്ക് ഡെയ്സി. ഏയ്, Don't be silly. ഡോക്ടർ, ദയവ് ചെയ്ത് എൻ്റെ ഡെയ്സിയെ. അവൾക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എല്ലാം നമ്മൾ ദൈവത്തിന് വിടുക. തൽക്കാലം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തിരിച്ചു പോകണം. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരേണ്ടി വരും. അത് ഞാൻ കൊണ്ടുവന്നോളാം ഡോക്ടർ. പോട്ടെ ഡോക്ടർ. വരട്ടെ ഡോക്ടർ. ശരി. അയ്യോ താടി, എടാ താടി ഇപ്പൊ കുടുങ്ങിയേനെ. അയ്യോ ഒട്ടിച്ചേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്ഛന്മാരെന്താ ഇവിടെ? വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ.